എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിന്റെ 12 നിയമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ സംസാരിച്ചിരുന്നത്. അതിൽ ഏറെ പ്രധാനമുള്ള ലോ ഓഫ് ഡിവൈൻ വൺനെസ് അല്ലെങ്കിൽ ദൈവിക ഏകതയുടെ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ നിയമപ്രകാരം നമ്മളെല്ലാവരും, മനുഷ്യരും ജീവികളും പ്രകൃതിയും എല്ലാം ഒന്നായ ഒരു മഹാ ആശ്രയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. നമ്മളിൽ ചിലർ അതിനെ ദൈവമെന്ന് വിളിക്കും. ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും, ഓരോ വികാരവും സത്യത്തിൽ ഈ വൺനെസ്സിന്റെ പ്രഭാവം ചെലുത്തുന്നു. നാം ഓരോരുത്തരും വേറിട്ട വ്യക്തികളായി തോന്നുമെങ്കിലും ആന്തരിക തലത്തിൽ നമ്മൾ എല്ലാവരും ഏക ഊർജത്താൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് പോലും മറ്റുള്ളവരുടെ അവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും. അതാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാന സന്ദേശം. ജീവിതത്തെ ഒരു സമുദ്രമായി സങ്കല്പിക്കാം. സമുദ്രത്തിൽ ഉത്ഭവിക്കുന്ന ഓരോ തിരയും വേറിട്ടതായി തോന്നിയാലും അതെല്ലാം അതേ ജലത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ, നാം പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം ആ ഒന്നിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ്. എന്തെല്ലാം നാം മറ്റുള്ളവർക്കായി ചെയ്യുന്നു, അതെല്ലാം ആ ഒറ്റയായ ഊർജ സ്രോതസ്സിലേക്കാണ് പോകുന്നത്. മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? ചില ആത്മീയ തലത്തിൽ നിങ്ങൾ ആ വ്യക്തി തന്നെയാണ്. നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഞാൻ നീയും, നീ ഞാനുമാണ്. നമ്മൾ ഒന്നാണ്. ദൈവികമായി വേർപിരിയാനാവാത്തവരാണ് നമ്മൾ. നമ്മുടെ കൂട്ടമായ മനസ്സിൽ വലിയ ശക്തിയുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടമായി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം ഇതാണ്. കൂട്ടായ പ്രാർത്ഥനയുടെ സംയോജിത ഊർജത്തിന്റെ ശക്തിക്ക് ലോകത്ത് അഗാധമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇനി ചില അപ്രതീക്ഷിതമായ സമയത്ത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കാറുണ്ട്, ഇല്ലേ? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രപഞ്ചത്തിലെ മറ്റ് മനസ്സുകളുമായി കണക്ട് ചെയ്യപ്പെട്ടാണ് കിടക്കുന്നത്. ഒരു ചിലന്തി വല പോലെ അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുകയും ആ ആഗ്രഹം സാധിച്ചു തരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മനസ്സ് ആ തരംഗങ്ങളെ പിടിച്ചെടുക്കുകയും സബ് കോൺഷ്യസ്ലി അത് നടത്തി തരാനായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിലെ പ്രധാനപ്പെട്ട വരികളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക, അല്ലേ? നീ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തിൽ സത്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിന്നോടൊപ്പം നിൽക്കും. നിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ജ്വലിച്ചാൽ ആ ആഗ്രഹം പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെ ഉണർത്തും. കാരണം നിന്റെ ആഗ്രഹം അതിൻ്റെ കൂടി ഭാഗമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹങ്ങൾ യഥാർത്ഥവും ശുദ്ധവുമായിരിക്കുമ്പോൾ പ്രപഞ്ചം ആ ആഗ്രഹത്തെ അതിൻ്റെ ഭാഗമാക്കാൻ തയ്യാറാകും. കാരണം നിങ്ങളുടെ ഹൃദയവും ആഗ്രഹവും പ്രപഞ്ചവും ഒന്നാണ്. നാം ഓരോരുത്തരും ഒരേ ദൈവിക ഊർജത്തിലെ ഭാഗങ്ങളാണ്. ഒരു ജിക്സോ പസിലിലെ കഷ്ണങ്ങൾ പോലെ ഓരോരുത്തരും പ്രധാനമാണ്. ഓരോ കഷ്ണത്തിനും അതിൻ്റെ രൂപം, സ്ഥാനം, ഉദ്ദേശം എന്നിവ ഉണ്ട്. ഈ പസിൽ പൂർണ്ണമാവാൻ ഓരോ കഷ്ണവും ആവശ്യമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിക്കും പ്രപഞ്ചത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്ത ഗുണങ്ങളുമായി ആവശ്യമായ സ്ഥാനത്ത് നമ്മുടെ പങ്ക് നൽകുന്നു. പ്രപഞ്ചത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗുണങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ചെയ്തു തീർക്കാനുള്ള ചില കർത്തവ്യങ്ങളുണ്ട്. അതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ശരിയായ പാതയിലേക്ക് എത്തുന്നത്. ഈ വീഡിയോ സീരീസിൽ ദൈവിക ഏക തത്വത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. റേക്കിയും ദൈവിക ഏക തത്വവും ബന്ധപ്പെട്ട് കിടക്കുന്നു. അവൻ എന്നിലാണ്,
ഞാൻ അവനിലാണ് എന്ന ബോധമാണ് ദൈവിക ഏകതത്വം വഴി നമുക്ക് ഉണ്ടാവുന്നത്. റേക്കി പ്രവർത്തിക്കുന്നതും ഈ ഒരു പ്രിൻസിപ്പിളിലാണ്. റേക്കി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സൽ എനർജിയുടെ ചാനലായി മാറുന്നു. അവിടെ ഈഗോ ഇല്ല, കോസ്മിക് യൂണിറ്റിയുടെ ആത്മതാളത്തിൽ ഒന്നാവുകയാണ്. നമ്മളിലേക്ക് വരുന്ന ആ എനർജിയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് നിങ്ങൾക്ക് അവരെ സുഖപ്പെടുത്താൻ കഴിയുന്നത്, അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. റേക്കിയുടെ ഹീലിംഗ് പവർ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതറിയുവാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഫ്രീ ഹീലിംഗിലൂടെ നിങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും കൂടാതെ ബന്ധങ്ങളിലും പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തി ഭൗതിക പുരോഗതിക്കൊപ്പം ആത്മീയ പുരോഗതി കൂടി നേടിത്തരുന്ന റേക്കി ഹീലിംഗ് അനുഭവിച്ചറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൂടെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടി എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രിപ്ഷനും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി.